സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 3 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. AV ജയശങ്കർ പുതിയ കാലാവസ്ഥാ വിവരങ്ങൾ പങ്കുവയ്ക്കും. ജയശങ്കർ, ഈ കാറ്റിപ്പോൾ ഒരു ന്യൂനമർദ്ദമായിട്ടുണ്ട്. ആ ന്യൂനമർദ്ദം കേരളത്തിന് മുകളിലൂടെ എന്ന് വെച്ചാൽ വടക്കൻ കേരളത്തിന് മുകളിലൂടെ അറബിക്കടലിലേക്ക് പോകും. അത് ഇന്നോ നാളെയോ സംഭവിക്കും. അപ്പോൾ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴ ഇന്നും നാളെയും തുടരും. അങ്ങനെയാണ് നമ്മൾ കരുതേണ്ടത്, അല്ലേ? അതായത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്ന പ്രവചനങ്ങൾ അനുസരിച്ച് വടക്കൻ കേരളത്തിൽ മഴ ശക്തമായി തുടരുമെന്ന് തന്നെയാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ റെഡ് അലേർട്ട് കാലാവസ്ഥാ വകുപ്പ് നിലനിർത്തിയത്. ഒപ്പം തന്നെ പാലക്കാട്, തൃശ്ശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഉണ്ട്. മറ്റ് കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് മഞ്ഞ മഴ മുന്നറിയിപ്പ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മധ്യ കേരളത്തിലും ഒപ്പം തന്നെ വടക്കൻ കേരളത്തിലും ശക്തമായ മഴ തുടരും. എന്നാൽ തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ പ്രത്യേക മഴ മുന്നറിയിപ്പുകളില്ല. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നതനുസരിച്ച് ഈ കാറ്റിൻ്റെ ഗതി ഇനി അങ്ങോട്ട് കാസർഗോഡ്, കണ്ണൂർ ഭാഗം വഴിയായിരിക്കും ഈ കാറ്റ് സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രഭാവം അനുസരിച്ച് വടക്കൻ കേരളത്തിൽ വലിയ തോതിലുള്ള മഴ നാളെ വൈകിട്ട് വരെ ഉണ്ടാകും. നാളെ വൈകിട്ട് വരെ ജാഗ്രത പുലർത്തണമെന്ന് റവന്യൂ മന്ത്രിയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നാളത്തെ മഴ മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിലവിൽ പുറത്തിറക്കിയിട്ടുണ്ട്. നാളെ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴ മുന്നറിയിപ്പ് നാളെയില്ല. എന്തായാലും നാളെ വരെ ജാഗ്രത തുടരണമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിലവിൽ പറയുന്നത്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. നാളെയോടെ മഴയുടെ തീവ്രത കുറയും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.